അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ന്യൂ മോഡലിലേക്ക് പഴയ ഓൾഡ് മോഡൽ വണ്ടി ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഒന്നും മാറിയിട്ടില്ല, ഒരു റീപ്ലേസും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ലൊരു പാർട്ടിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. 29 വരെ പേപ്പറുള്ള വണ്ടി, അതേ പേപ്പറുള്ള വണ്ടിയാണ്. 2009 ഫുൾ ഓപ്ഷൻ, കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാട്ടോ. 1,90,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ളത് കറക്റ്റ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ മൊത്തം ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടാണ് കിലോമീറ്റർ ഹിസ്റ്ററി നോക്കുന്ന ഹിസ്റ്ററി നോക്കി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂടാണ് കേട്ടോ. മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ബോർഡറിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വന്നിരിക്കുന്ന ഷോറൂം മലബാർ യൂസ്ഡ് കാസാണ്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ട് ഇന്നോവകളും ഫോർച്യൂണറുകളും ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്. ഇത് മാത്രമല്ല, ചെറിയ വണ്ടികളും എല്ലാം ലഭിക്കുന്നൊരു ഷോറൂമാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ അമീറിനെ സ്വാഗതം ചെയ്യാം. അമീറെ സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഹൈവേയുടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്നേ. ഇപ്പൊ മൊത്തം ക്ലിയർ ആയി. വണ്ടികൾ സ്റ്റോക്ക് അന്ന് കുറവേനി, ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നിരാശരാവാതെ മടങ്ങാൻ വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ നിന്ന് പറ്റാത്ത വണ്ടികൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ എടുത്തു കൊടുക്കാനും പറ്റും. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരിക്ക് ഇടയിലായിട്ടാണ് ചെട്ടിയാർമാട് എന്ന സ്ഥലം. ചെട്ടിയാർമാട് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി, ഇതിന്റെ ഇടയിലായിട്ടാണ് ചെട്ടിയാർമാട്. കോഴിക്കോടല്ല, മലപ്പുറം ജില്ലയാണ് വരുന്നത്, കോഴിക്കോട് ബോർഡറിൽ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാണാം. വണ്ടിയൊക്കെ ചെക്കിങ് വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ല കൊടുക്കുന്നത്? ചെക്ക് ചെയ്യാം, പാർട്ടിക്ക് ചെക്ക് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുന്നത്, പിന്നെ പാർട്ടിക്ക് മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി പാർട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എവിടെയും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ പുതുതായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ല ഓഫർ വിലയിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഒരു റീ ഓപ്പൺ പോലെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വില പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ശരി. ആദ്യം നമുക്ക് ഈ ഇന്നോവയിൽ തുടങ്ങാം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ടൈപ്പ് 3 ആണല്ലോ. ടൈപ്പ് 3 ആണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തതാണ്. നല്ല അടിപൊളി ബമ്പറൊക്കെ കയറ്റിയിട്ടുണ്ട്. സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഏതാ ഓപ്ഷൻ? വിയാ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ടോപ്പിൻ്റെ ഇങ്ങോട്ട് റിയായോ? ഇത് ഇപ്പോൾ NOC-ലാണ് ഉള്ളത്. നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആയിരിക്കും വരിക. 84 അല്ലേ? ഓക്കെ, എന്തായാലും പുതിയ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല, ബോഡി പാർട്ടൊന്നും റീപ്ലേസ് ഇല്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, എത്ര ഓട്ടം കാണിക്കുന്നത്? ഇത് ഓട്ടം നമുക്ക് എന്തായാലും ഈ വണ്ടിക്ക് ജെനുവിന് പറയാൻ പറ്റില്ല. അതിലുള്ളത് 1,06,000 കിലോമീറ്റർ ആണ്. ആയിരിക്കില്ല, അതുകൊണ്ട് പറയുന്നില്ല. 10 ലക്ഷം വരെ ഓടിയ വണ്ടികളൊക്കെ സ്റ്റോക്ക് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് ഓടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. മെക്കാനിക്കൽ നല്ല കണ്ടീഷൻ ആട്ടോ വണ്ടി. നല്ല കണ്ടീഷൻ അല്ല? ഓക്കെ, ഇവിടെ കേരള 84 കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ NOC എടുത്ത് വെച്ചിട്ടുണ്ട്. മാറ്റിയെടുക്കാനും പറ്റുമല്ലോ അല്ലേ? പ്രയാസമായിരിക്കും. വന്നതാണ്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ മാറ്റേണ്ടി വരും അല്ലേ? ഓക്കെ, പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് RTO മാറിയാൽ മതി. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 790 കൊടുക്കാം. 790 NOC-ലല്ലേ നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ടാണ് പറഞ്ഞത്. 790 കേരള നമ്പർ ആക്കിയിട്ട് 790 2013 വി ഓപ്ഷൻ ടൈപ്പ് 3 ഇന്നോവ കൊണ്ടുപോകാം. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെക്ക് ചെയ്തെടുക്കാം. നമ്പർ ആക്കിയാലേ ലോൺ കിട്ടുള്ളൂ അല്ലേ? നമ്പർ ആക്കിയ ലോൺ. ഓക്കെ, നമ്പർ ആക്കാൻ പണിയൊന്നുമില്ല, കാരണം NOC കയ്യിലുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അടുത്ത ഇന്നോവ വൈറ്റ് കളറാണ്, പക്ഷേ ടൈപ്പ് 4ലേക്ക് മാറ്റിയ ഇന്നോവയാണ് അല്ലേ? ഇത് ടൈപ്പ് 4 വരുന്നതാണ്. അതായത് 2013 ലാസ്റ്റ് വണ്ടിയാണ്, ഡിസംബർ വണ്ടി. അന്ന് ടൈപ്പ് 4 ആയിട്ടുണ്ട്. ടൈപ്പ് 4 വരുന്നതാണ്. അപ്പോൾ ഒറിജിനൽ ഷേപ്പ് തന്നെയാണ്. ടൈപ്പ് 4 ലാസ്റ്റ് വരുന്ന വണ്ടിയാണ്. 13 G4 കേട്ടോ. 7 സീറ്റാണ്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല വണ്ടിക്ക്. G4 എന്ന് പറയുമ്പോൾ അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് കൺട്രോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അഡീഷണൽ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പെയിന്റിങ് അങ്ങനത്തെ വർക്ക്, ബോഡി വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്? അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ന്യൂ മോഡലിലേക്ക് പഴയ ഓൾഡ് മോഡൽ വണ്ടി ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാ ഇതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീറ്റ് കസ്റ്റമൈസേഷൻ ചില ആളുകൾ ആവശ്യപ്പെടും, അതാ ചോദിച്ചത്, ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ല? ഓക്കെ, ഇതിപ്പോൾ എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം. അത് ജെനുവിൻ ആണോ?
പറയാൻ പറ്റൂല, ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി ആയതുകൊണ്ട് പറയാൻ പറ്റൂല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,90,000 രൂപ കൊടുക്കാം. 6,90,000 NOC നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് കൊടുക്കും. ഇപ്പൊ നല്ലൊരു പാർട്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യാ, NOC ഉണ്ട് ഓൾറെഡി. ഇത് KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ NOC എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേരിൽ ആക്കിയിട്ടാണ് 6,90,000 കേരള നമ്പർ ആക്കിയിട്ട് 6,90,000 നിങ്ങൾക്ക് ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഫൈനൽ എത്ര കൊടുക്കാൻ പറ്റും? ഫൈനലി നമുക്ക് ഫൈനലായിട്ട് ഒരു 6,75 കൊടുക്കാം. 6,45 നിങ്ങളുടെ പേരിലാക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് 2013 G4 കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ഗ്രേ കളർ ഇന്നോവ എങ്ങനെയാ? ഇത് 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാം കേട്ടോ. 14 ഫുൾ ഓപ്ഷൻ 14 ഫുൾ ഓപ്ഷൻ വണ്ടി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ആ വിലക്ക് കിട്ടിയതുകൊണ്ട് ആ വില കൊടുക്കുന്നതാണ്. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് വില കൊടുക്കുന്നത്. ഓക്കെ. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഇത് 1,68. ഓക്കെ. 2014 V ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. എത്രയാ ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് സാധാരണ 9 റുപ്യേൻ്റെ മുകളിൽ വിൽക്കുന്ന വണ്ടിയാണ്. 14 V ആണ്. G4 ആണോ? ഇത് നമുക്കൊരു 8,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. ഫൈനൽ റേറ്റ് അല്ലേ? 8,25 ലക്ഷം രൂപയ്ക്ക് 2014 V ഓപ്ഷൻ ഇന്നോവ കൊണ്ടുപോകാം. നീറ്റാക്കി വെച്ചേക്കാണ്. സീറ്റ് കവറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ടയേഴ്സ് ഉണ്ട്. ഒന്നും ചെയ്യാനില്ല. എടുക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു സർവീസ് ചെയ്താൽ മതി. ജനറൽ സർവീസ്, ഓയിൽ സർവീസ് ചെയ്താൽ എന്തായാലും സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ചെയ്യേണ്ടി വരും സർവീസ്. അതേപോലെ ടയർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ അടുത്ത് മാറേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇങ്ങോട്ടാക്കിയിട്ട് NOC എവിടെയും എടുത്തതിന്? NOC KL84 തന്നെ. നമുക്ക് 84 NOC വരുന്നത്. എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ഇന്നോവ വൈറ്റ് കളർ തന്നെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 G4 വണ്ടിയാണ്. 15 G4 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ല കേട്ടോ. ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടെ ഒരു കല്ലടിച്ചിട്ടുണ്ട്, ചെറിയ കല്ല്. കല്ലടിച്ച കാണാത്തവരെ കാണിച്ചത്. ഇവിടെ ഒരു സ്പോട്ട്, ഇവിടെ ഒരു സ്പോട്ട്. പുറത്തുനിന്ന് വരുന്ന ചില വണ്ടികൾക്ക് ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും. കല്ലടിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഒന്നും മാറിയിട്ടില്ല, ഒരു റീപ്ലേസും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ലൊരു പാർട്ടിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. അത്യാവശ്യം നല്ല പുതിയ സീറ്റ് കവറൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. അത്യാവശ്യം 90% ടയറും ഉണ്ട്. ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 1,75 കാണിക്കുന്നത്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9 രൂപ കൊടുക്കാം. നമ്പർ 2015 നമ്പർ ആക്കിയിട്ട് 9 ലക്ഷം രൂപ കൊടുക്കാം. കേരള നമ്പർ ആക്കിയതിന് ശേഷം 9 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഓക്കെ. NOC എവിടെയെങ്കിലും എടുത്തോ? NOC KL84 തന്നെ. കൂടുതൽ 84 ആണ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും നിങ്ങൾ NOC എടുത്ത് വെച്ചിട്ടുണ്ട്? ഒരുവിധ വണ്ടികൾക്കൊക്കെ NOC എടുത്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. NOC ഇല്ലാത്ത വണ്ടികൾ കുറച്ച് എടുക്കാൻ നോക്കും. NOC ഇല്ലാത്ത വണ്ടി ഉണ്ട്, ഒരു വണ്ടി ഉണ്ട്. നമുക്ക് ലാസ്റ്റ് കാണിക്കാം, കടയിൽ കാണിക്കാം. ഈ വണ്ടി ഒരു ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് കട്ട് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, കളറിൽ വന്നൊരു കൺഫ്യൂഷൻ വ്യത്യാസം. ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇത് കാണുമ്പോൾ സിൽവർ പോലെ ഉണ്ട്. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കാണുന്ന ഈ ഒരു വിഷ്വല് സിൽവർ പോലെ ഉണ്ടാവും. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യുന്ന വിഷ്വല് ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കറക്റ്റ് സിൽക്കി ഗോൾഡ്. നല്ല അടിപൊളി കളറാണ് സിൽക്കി ഗോൾഡ്. അതെന്താണെന്നറിയില്ല, മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ബാബി വെൻറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടിയുള്ള റിഫ്ലക്ഷൻ കൂടി ആയിട്ടായിരിക്കും അല്ലേ? സിൽക്കി ഗോൾഡ് അങ്ങനെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ക്യാമറ തന്നെ രണ്ടായിട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 G4 വണ്ടിയാണ്. G4 മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 8 സീറ്റ് ആട്ടോ വണ്ടി. 8 സീറ്റാണ്. ഓക്കെ. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2014 G4. ഓക്കെ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറും മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല സീറ്റ് കവറാണ്. ഓക്കെ. വേറെ അഡീഷണൽ ചെയ്തിട്ടൊന്നുമില്ല? ഇല്ല, അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഒന്നും ചെയ്തില്ല. ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും അഡീഷണൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞാൽ മതി. അതിന് അഡീഷണൽ കോസ്റ്റും ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ 1,40 അങ്ങനെയല്ല പറയാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. സാധാരണ 2014 വണ്ടി 8 രൂപയൊക്കെ വിൽക്കുന്ന വണ്ടിയാണ്. നമുക്കൊരു 7,90 അതിലും കുറച്ച് കൊടുക്കാം. ഒരു നമ്പർ ആക്കിയിട്ട് അല്ലേ? നമ്പർ ആക്കിയിട്ട് 7,90 ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞ വണ്ടിയെല്ലാം നമ്പർ ആക്കിയിട്ടാണ്, ഒന്നും NOCയിലല്ല. നമ്പർ ആക്കിയതിന് ശേഷം കേരള നമ്പർ ആയതിനു ശേഷമുള്ള വിലയാണ് 7,90. 2014 G4 കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട് പോകും അല്ലേ? സിൽക്കി ഗോൾഡാണ് കളറ്. ഓക്കെ. ഈ ഇന്നോവകളിൽ ഇന്റർകൂളർ എഞ്ചിൻ നമ്മുടെ കേരളത്തിന് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. കൂടുതൽ സിറ്റികളിലാണ്, ഡൽഹി, മുംബൈ പോലത്തെ സിറ്റികളിലാണ് കൂടുതൽ ഇന്റർകൂളർ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ 2010 മോഡൽ ഇന്റർകൂളർ വരുന്ന വണ്ടി ഇല്ല. ഇതാണ് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2010 ലാസ്റ്റ് വണ്ടി കേട്ടോ. G4 ആണ്, ന്യൂ മോഡൽ ആക്കിയ വണ്ടിയാണ്.
പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഉണ്ട്, നല്ല അടിപൊളി അലോയ് ഉണ്ട്. അത്യാവശ്യം 4 ടയർ പുത്തനാണ്. അലോയ്സ് ടൊയോട്ടൻ്റെ അല്ല, അല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണ്. പിന്നെ വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ് ഇല്ല. പിന്നെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ കേട്ടോ. അതായത് സിംഗിൾ ഓണറിൽ വന്ന വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. കേരള നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വണ്ടി KL 55 തിരൂർ തിരൂരല്ല രജിസ്ട്രേഷൻ. ഓക്കെ. പുതിയ സീറ്റ് കവറൊക്കെ നമ്മൾ ചെയ്തതാണ്. എത്ര കൊടുക്കാം? കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് 5 രൂപ വയ്ക്കുന്ന എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നമുക്ക് 5 ലക്ഷം 2 രൂപയാണ് മാക്സിമം കുറച്ച് കൊടുക്കാം. പാർട്ടി വന്നാൽ മെക്കാനിക് പരമായിട്ടൊക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇപ്പോൾ പേപ്പർ ഇതിൻ്റെ എപ്പോഴാണ് എടുക്കേണ്ടി വരുക? ഇത് ലാസ്റ്റിൽ, ഈ വർഷം ലാസ്റ്റ് വരും. ഈ വർഷം ലാസ്റ്റിലേക്കാണ്. എത്ര കോസ്റ്റ് വരും ഏകദേശം പേപ്പർ എടുക്കാൻ? എന്തായാലും 10-12 രൂപ ആ റേഞ്ചിൽ വരുള്ളൂ. 10-15 ആ റേഞ്ചിൽ വരുള്ളൂ. ഓക്കെ. ഓക്കെ. റിന്യൂവലിൻ്റെ ടൈം ഉണ്ട്, ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ 2010 മോഡൽ കേരള നമ്പർ ആയി കഴിഞ്ഞു. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇന്റർകൂളർ വണ്ടിയാട്ടോ. തുടക്കത്തിൽ പറഞ്ഞേ ഒരു 12 റേഞ്ചൊക്കെ മൈലേജ്, 12-13 മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ കിലോമീറ്റർ നോക്കണ്ടല്ലോ, 170 ആണ്, നോക്കണ്ട. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ഇന്നോവയാണ്, ഒരു ബ്ലാക്ക് കളർ അല്ലേ? എങ്ങനെയാ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതായത് മോഡലിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട്. 2009 V ആണ്. ഓ, പേപ്പർ ഇപ്പോൾ 29 വരെ പേപ്പറുള്ള വണ്ടി, അതേ പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ. 2009 ഫുൾ ഓപ്ഷൻ V ആണ്. ഓക്കെ. ഇത് 29 വരെ പേപ്പർ ഉണ്ട്, മേജറായിട്ടുള്ള ആക്സിഡന്റ് ഇല്ല, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ പുതിയ സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്താണ്, ഫുള്ള് വർക്ക് എടുത്താണ്. ക്രോം വർക്ക് ആയാലും എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്, ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. 29 വരെ പേപ്പർ ഉണ്ട് വണ്ടിയാണ്. ലോൺ വേണമെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിക്കും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കട്ടോ. ഇതിന് നമുക്ക് 2-2.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും, ഫിനാൻസുകൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പ്രൈവറ്റ് ഫിനാൻസുകൾ. കേരള ഏതാ നമ്പർ? ഏതാ കേരളത്തിൽ? ഇത് പുറത്തെ വണ്ടി തന്നെയാണ്. അല്ല, നമ്പർ ആയത് UP KL 84 വരിക, കൊണ്ടോട്ടി രജിസ്ട്രേഷനാണ് വരിക. ഓക്കെ. നമ്പർ ആയ വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 4.25 പാർട്ടി വന്നാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വണ്ടി വാങ്ങുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു ഇന്നോവ കൊണ്ടുപോകാം അല്ല? ഇന്റർകൂളർ എഞ്ചിനായിരുന്നു? ഇല്ല, ഇതിലില്ല. ഇന്റർകൂളർ വരുന്നില്ല, 10 തൊട്ടാണുള്ളത്. അപ്പോൾ 4.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ, അത് കേരള നമ്പർ ആയി കഴിഞ്ഞ സാധനം, ഒന്നും ചെയ്യണ്ട. അമ്മാര് ലുക്കുള്ള ഒരു വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ലുക്കും അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ പെർഫെക്റ്റ് ആണ്, ഇഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്, നല്ല വർക്കിംഗ്. അപ്പോൾ താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോ, അടുത്ത വണ്ടി കൊടുക്കും. ഫുൾ ഓണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മഹീന്ദ്ര XUV 500 ആണ് അടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ അമേരാ? ഇത് 2012 മോഡലാണ്. 12 ആണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മേജറായിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. W8 ഏറ്റവും ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ W8, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ. 2012 ഓട്ടോ എത്രയാണ് കാണിക്കുന്നത് ഇപ്പോൾ? ഇത് കറക്റ്റ് ഓട്ടാണ്, 1.65 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, പ്രോപ്പർ സർവീസ് ഉണ്ട്. കറക്റ്റ് ഓട്ടാണ്, 1.65 ഓടിയ വാഹനം. പുതിയ സീറ്റ് കവറൊക്കെ നമ്മൾ ചെയ്തതാണ്. നമുക്ക് മാക്സിമം ലോണിൽ തന്നെ കൊടുക്കാം. നല്ലൊരു അടിപൊളി നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല, ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ചെറുതായിട്ടുണ്ട് എന്നല്ലാതെ കമ്പനി പെയിന്റും കാര്യങ്ങളൊക്കെയാണ്, ചെറുതായിട്ട് ടച്ചപ്പ് കയറിയിട്ടുള്ളൂ. ഓക്കെ. മാക്സിമം ലോണിൽ കൊടുക്കാം നമുക്ക്. 4,25,000 രൂപ. 2012 വണ്ടി, ഫുൾ ഓപ്ഷൻ റീ വണ്ടി അല്ലെങ്കിൽ? അല്ലല്ല, ഒറിജിനൽ കേരള. 4.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണിൽ 2012 W8 ഏറ്റവും ഫുൾ ഓപ്ഷൻ 1.65 ഓടിയ ഫുൾ കമ്പനി സർവീസ് ഉള്ള മഹീന്ദ്ര XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അപ്പോൾ ഫുൾ ഓണിൽ ഒരു 7 സീറ്റർ, അതുപോലെ അടിപൊളി കണ്ടീഷൻ ആക്കി വെച്ച വണ്ടി. താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോളാം. അടുത്തൊരു സിൽക്കി ഗോൾഡ് ആണ് അല്ലേ? അതെ. ഇത് കണ്ടിട്ട് സിൽക്കി ഗോൾഡ് പോലെ തന്നെ നേരത്തെയാണ് കൺഫ്യൂഷൻ വന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ്? 2012 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 12 V ആണ്. ഓക്കെ. ഒറിജിനൽ ടൈപ്പ് 3ലാണ്. ടൈപ്പ് 3 സിംഗിൾ ഓണറിൽ വന്ന വണ്ടി ഇവിടെ നമ്മളിപ്പോൾ നമ്പർ ആക്കിയിട്ട് KL 54 നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആക്കി കേരള വണ്ടി ആക്കി. ഒരു റീപ്ലേസും ഇല്ല, കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാട്ടോ. 1,90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ളത് കറക്റ്റ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ മൊത്തം ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടാണ് കിലോമീറ്റർ ഹിസ്റ്ററി നോക്കുന്ന ഹിസ്റ്ററി നോക്കി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, 2 വണ്ടി എടുക്കാം. 2 വണ്ടി എടുക്കാം. പക്ഷേ അതിൻ്റെ മീറ്റർ മാറിയിട്ടുണ്ട്, സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് 7.10 കൊടുക്കാം. 7.10 2012 V ആണ്. നേരത്തെ കണ്ടത് 13 G4 ആണ്. സർവീസുള്ള വണ്ടിയാണ്, കറക്റ്റ് ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്പർ ആയ വണ്ടിയാണ്. ലോണും കിട്ടുമല്ലോ. മാക്സിമം 6 രൂപേൻ്റെ മുകളിൽ, നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് ചിലപ്പോൾ 6 രൂപേൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പം എന്തെങ്കിലും വില ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്ത ഹോണ്ട അമേസ്, ഒരു കോമ്പാക്ട് സെഡാൻ വണ്ടി. അമേസിൻ്റെ ഫസ്റ്റ് ഷേപ്പാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ?
2013 മോഡലാ. ഡീസലാ? ഡീസൽ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. 20+ 22+ ഒക്കെ അത്രയും പ്രതീക്ഷിക്കാം. മിനിമം ഒരു 20 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ. 13 അത് ഫുൾ ഓപ്ഷൻ്റെ താഴെയുള്ള വണ്ടിയാണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ താഴെയുള്ള സ്റ്റിയറിംഗ് മേൽ വോളിയം കൺട്രോളൊക്കെ വരുന്നതാണ്. ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ ഇതിൽ? സിംഗിൾ എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ല കേട്ടോ, ഇല്ല എന്നാണ് തോന്നുന്നത്. ഇല്ല. സിംഗിൾ എയർ ബാഗ് വരുന്നത് ടോപ്പിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് മാക്സിമം ലോണിൽ കൊടുക്കാം. ഒരു പാർട്ടി വന്നാലും അത്യാവശ്യം മാക്സിമം ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ തന്നെയെന്ന് പറയാം. കേരള വണ്ടിയോ റീ വണ്ടിയോ? ഇത് കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതായത് കണ്ണൂർ മാഹിയിൽ ഇറങ്ങിയ വണ്ടിയാണ്. മാഹിയിൽ ഇറങ്ങിയ വണ്ടിയാണ്. അവിടുന്ന് കണ്ണൂരേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. KL 13 ആയിട്ടുണ്ട്. ഇപ്പോൾ ഡീസലാണ്, മൈലേജ് തന്നെയാണ് രാജാവ്. ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 110. 1,10,000 കിലോമീറ്റർ. ഓക്കെ. സോറി, 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് പറയാം എത്രയാണ്? ഇത് 2,75 കൊടുക്കാം നമുക്ക്. 2.25 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ എമേസ് കൊണ്ടുപോകാം. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന 2.5 രൂപ വരെ ലോണും കിട്ടും കേട്ടോ. കിട്ടും. നല്ലൊരു പാർട്ടിക്ക് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കിട്ടും. അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക്. കുറച്ച് കൊടുക്കാൻ ചെയ്യും. അപ്പോൾ നല്ലൊരു സ്കീമാണ്. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് അല്ല. അടുത്തൊരു ഓഫർ വിലയുള്ള ഫോർച്യൂണറാണ്. ഒറിജിനൽ കേരള വണ്ടി. ഒരു ഒന്നും ചെയ്തല്ല. ഒറിജിനൽ കേരള ഫോർച്യൂണറാണ്. ടൈപ്പ് മാറ്റിയിട്ടുണ്ട് അല്ലേ? ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്താണ്. 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പഴയ ഷേപ്പാണ്. ഒറിജിനലി പഴയ ഷേപ്പായിരുന്നു, മാറ്റിയത്. അതുപോലെ സീറ്റ് കവറൊക്കെ നല്ല പ്രീമിയം ലുക്കുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മോഡലും കാര്യമൊക്കെ ഒന്ന് 2010 മോഡൽ. 10 മോഡൽ. അതായത് 4x4 വണ്ടി കേട്ടോ. 2010 ഒറിജിനൽ കേരള 4x4 ആണ്. 4x4. ഇതിൻ്റെ പേപ്പറിൻ്റെ അവസ്ഥ ഇപ്പോൾ? പേപ്പർ ലാസ്റ്റിലേക്കാണ് പേപ്പർ വരുന്നത്. ഡിസംബറിലേക്കാണ് വരുന്നത് റിന്യൂവൽ. അതും ഒരു 10-15 കാണേണ്ടി വരും. എടുക്കാൻ പറ്റും. ടാക്സും കാര്യങ്ങളൊക്കെ അടിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ. ബാക്കി ഇത് മാക്സിമം പ്രൈസിൽ കൊടുക്കട്ടെ. നമുക്ക് ഓഫർ പ്രൈസാണ്. നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7 പാർട്ടി വരികയാണെങ്കിൽ അതിലും കുറച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കൊടുക്കാൻ ചെയ്യാം. 7.50 ഈ ഒരു വാഹനം. 2010 ഒറിജിനൽ കേരള ഫോർച്യൂണർ 4x4 അല്ലേ? 4x4 വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ലോണ് ചാൻസ് ഇല്ല. ഈ വർഷം ലാസ്റ്റ് റിന്യൂവൽ വരുന്നുണ്ട്. അത് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത് റിന്യൂവൽ ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ? ഓക്കെ. എന്താണ് ക്ലെയിമോ കാര്യങ്ങൾ എന്തുണ്ടോ ഈ ഒരു വിലക്കുറവ് വരാൻ മേജറായിട്ടില്ല? ഇതിൽ കാര്യമായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. ആ ഒരു കണ്ടീഷൻ തന്നെയുള്ള വണ്ടിയാണ് അല്ലേ? ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഇന്നോവ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. സീറ്റ് കവർ 8 സീറ്റാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ക്ലെയിം വണ്ടിയാണ്. മോഡൽ ഏതാ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2013 G4. അതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കേട്ടോ. കമ്പനി ഹിസ്റ്ററി? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഓട്ടം കറക്റ്റ് അല്ല ഇപ്പോൾ, പക്ഷേ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്. 2.25 ലക്ഷം സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് 2.25. ഓട്ടം തിരിച്ചിട്ടുണ്ട്. ഓട്ടന്മാരാണ്. പിന്നെ പറയുള്ളൂ. ഒരു റീപ്ലേസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. ഒരു പാർട്ടി, നല്ലൊരു പാർട്ടിക്ക് അത്യാവശ്യം ലോണോട് കൂടി തന്നെ എടുക്കുക. പിന്നെ എന്താ വെച്ചാൽ NOC എടുത്തിട്ടില്ല. അത് പാർട്ടിക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, NOC എടുത്തു കൊടുക്കാം. ഓക്കെ. ഈ ഓട്ടം പിന്നെ സർവീസൊക്കെ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആ പീരിയോഡിക് സർവീസ് കൂടെ പോയിക്കോ നോക്കണം. വെറുതെ ഏതെങ്കിലും കിലോമീറ്ററിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് ഒരു 10,000 കിലോമീറ്റർ ആദ്യം, അതൊരു 8 മാസം കൊണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ആ 10,000 കിലോമീറ്റർ 8 മാസം കൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് ഓടിയിട്ടില്ലെങ്കിൽ ഒരു വർഷത്തിൽ കറക്റ്റ് സർവീസ് പോയിട്ടുണ്ടോ എന്നുള്ള കറക്റ്റ് റെക്കോർഡ് ചെക്ക് ചെയ്യാം എവിടെ നിന്നായാലും. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 7.25 റുപ്യാണ്. ഒരു 7.10 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. 2013 വണ്ടി. പാർട്ടിക്ക് NOC എടുത്ത് കൊടുക്കാം കേട്ടോ. 13 ഓണർഷിപ്പ് കുറയും. 13 G4. ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. താല്പര്യം വിളിക്കാം. അടുത്ത വണ്ടിയിലൂടെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലെത്തിയിരിക്കുകയാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഈ ഷേപ്പിൽ തന്നെയുള്ള ഏകദേശം ഒരു 5 സ്വിഫ്റ്റുകൾ ഇവിടെ ഉണ്ടല്ലേ? അതെ. ഓക്കെ. 5-6 സ്വിഫ്റ്റുകളുണ്ട്. പഴയ 2013, 10, 15, 17 എല്ലാ മോഡലും വരുന്നുണ്ട് അല്ലേ? ഡീസൽ പെട്രോൾ എല്ലാം ഉണ്ട് അല്ലേ? ഡീസലാണ് ഉള്ളത്. ഡീസൽ തന്നെയല്ല, പെട്രോൾ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 VDI ആണ്. സിംഗിൾ ഓണർ, കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ VDI, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. 17 ഒരു എയർ ബാഗ് വരും അല്ലേ? ഓക്കെ. ബാക്കി ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. നല്ല അടിപൊളി ക്ലെയിം വണ്ടിയാണ്. കറക്റ്റ് ഹിസ്റ്ററുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ, 89,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 20 അടുത്ത് മൈലേജും കിട്ടും. മൈലേജ് ഉണ്ടാവും. ഓക്കെ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 10-50 ഉറുപ്പ്യ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ഇറക്കാം? നമുക്ക് 5 റുപ്യ കൊടുക്കാം.
ഒരു 50 രൂപ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, 4 രൂപ ലോൺ ഇട്ട് കൊടുക്കാം നല്ല പാർട്ടിക്ക്. ഓക്കെ, 5 ഫൈനലാ? ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് വണ്ടി ഒന്ന് പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, 5 ലക്ഷം 2017 VDI ആണ്. 4 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. 19,000 രൂപ കൊണ്ട് ഇറക്കാനും പറ്റും. പോളിഷൊക്കെ ചെയ്ത് ക്ലീനാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറഞ്ഞ മോഡലുകളും ഒക്കെ ഉണ്ട്, സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ. വേറെ ഏതൊക്കെ വണ്ടികളുണ്ട്? ചെറുത് ഇയോണൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഇയോൺ ഉണ്ട്, 2 ഇയോൺ ഉണ്ട്, ഒരു എറ്റിയോസ് ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര ഇവിടെ ഉള്ളത് ഇപ്പോൾ? സ്റ്റാർട്ടിങ് 1.15 ഇയോണോ? ഇയോണ് 1.15 ഇയോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയ പൈസക്ക് ഒരു ഫോർഡ് ഫിയസ്റ്റ ഉണ്ട്. ചെറിയ പൈസക്ക് ₹1 ഉള്ളിലുള്ളൊരു. ഇതിന്റെ പുറകിൽ ഒരു ജീപ്പ് കാണുന്നുണ്ട്. ജീപ്പ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ജീപ്പ് കൊടുക്കാനുള്ളതല്ലേ? ജീപ്പ് കൊടുക്കാനുള്ള ഓക്കെ, അവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് മലബാർ യൂസ്ഡ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 7 സീറ്റർ ചെറിയ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഫസ്റ്റ് വേറൊന്നും പറ്റും, ജസ്റ്റ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അമീർ ബൈ, താങ്ക് യു, ബൈ.